ഇന്ന് ഞങ്ങളുടെ സൂര്യോദയത്തിലെ ഒരു ദിവസം എങ്ങനെയാണ്, ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡേ ഇൻ അവർ ലൈഫ്, അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. ഇന്ന് തൈപ്പൊങ്കൽ, മകരവിളക്കിൻ്റെ ഭാഗമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു വിശേഷമാണ് തൈപ്പൊങ്കൽ. പൊങ്കാല മഹോത്സവമാണ്. അപ്പോൾ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തമിഴ്നാടിനെ ബോർഡറായിട്ടിരിക്കുന്ന ജില്ലകളിലാണ് കൂടുതലും മലയാളികൾ തൈപ്പൊങ്കൽ ആഘോഷിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സൂര്യോദയത്തിൽ വന്നിട്ട് ഒരു വിശേഷപ്പെട്ട ദിവസമാണല്ലോ, അപ്പം ഞാനും പൊങ്കാല ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കുറേ ദിവസമായിട്ട് എടുക്കണം എന്ന് ഉണ്ട്, പക്ഷെ അതിനൊരു സാഹചര്യം വന്നില്ല. ഫുൾ ഒരു ഡേ വേണമല്ലോ. അപ്പോൾ ഇന്ന് മോന് ഹോളിഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോ എടുക്കാം, നിങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കുടുംബമൊക്കെ ഷെയർ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പം ഇന്ന് തൈപ്പൊങ്കലിൻ്റെ ദിവസമാണ്. ഞാനും ഹസ്ബൻഡിന് ഏട്ടനുമാണ് കേട്ടോ രാവിലെ ഉണർന്നത്. അപ്പോൾ ഒരുപാട് നേരത്തെ അല്ല, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പൊങ്കാല തിളയ്ക്കണം, അതാണ് അവൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. രാവിലത്തെ ജപമൊക്കെ, കുളിയും ജപമൊക്കെ കഴിഞ്ഞു. പൊങ്കാലയ്ക്ക് തീ കത്തിച്ചു. പിള്ളേർ രണ്ടും എഴുന്നേറ്റില്ല കേട്ടോ, സൂര്യനും ചിന്നപ്പനും രണ്ടുപേർക്കും. സൂര്യൻ ഇന്നലെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഹോംവർക്കൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ഒത്തിരി ലേറ്റായി. രാവിലെ പ്രാക്ടീസിന് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുന്നതാണ്. പക്ഷെ ഇന്ന് പൊങ്കാല കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവനും രണ്ടുപേരും കിടന്ന് ഉറക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ പൊങ്കാലയൊക്കെ ഇങ്ങനെ നേരം വെളുത്ത് ഇരുട്ട് തന്നെയാണ്, വെട്ടമായി വന്നില്ല, തിളയ്ക്കാറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ, വളരെ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നപ്പൻ്റെ പാട്ട്. അവന് പനിയാണ്, ശരിക്കും പറഞ്ഞാൽ ശബ്ദം അടച്ച്. പൊതുവേ അവൻ്റെ ഒരു ശബ്ദം ഒച്ചയടപ്പുണ്ട്. അവൻ്റെ ശബ്ദം ഭയങ്കര ഓവറായിട്ട് കിടന്ന് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒച്ചയടച്ച ശബ്ദമാണെങ്കിലും മോൻ പാടും എന്ന് വൈകിട്ട് നമുക്കൊരു അന്താക്ഷരി കളിക്കണം. അപ്പോൾ അതിൽ ചിന്നപ്പം പാടും എന്നൊക്കെയാണ് വാക്ക് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി ഓണന്ന് വന്നിട്ട് അവൻ്റെ ഇന്നത്തെ രീതി മൂഡ് എന്തുവാന്നുള്ളത് അറിയത്തില്ല. രണ്ടുപേരും ഉറക്കമാ, നല്ല ഉറക്കമാണ് കേട്ടോ. കെട്ടിപ്പിടിച്ചാ കിടക്കുന്നത്. ഇവിടെ സൂര്യോദയത്ത് വന്ന ശേഷം ചിന്നപ്പന് സൂര്യന്റെ കൂടെ കിടക്കാനാണ് ഇഷ്ടം. ചിന്ന എഴുന്നേക്ക്. ഉണന്നോ മോനിട്ടാ, എഴുന്നേക്കടാ. ചിന്നപ്പോ മോനിട്ട് എഴുന്നേക്ക്. സൂര്യൻ തന്നെയാണ് രാവിലെ എഴുന്നേക്കുന്നതും. എഴുന്നേറ്റ് മിക്ക ദിവസങ്ങളിലും അവന് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവൻ വെളുപ്പിന് എന്നേക്കാൾ മുന്നേ സൂര്യനാണ് കേട്ടോ എഴുന്നേക്കുന്നത്. ഞാൻ ഇന്ന് പൊങ്കാലയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റത്. അപ്പം എനിക്ക് തുമ്മലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെളുപ്പിനെ പരമാവധി അത്ര നേരത്തെ എഴുന്നേക്കാറില്ല. പക്ഷെ അവന് വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ രാത്രിയിൽ കുറച്ച് നേരത്തെ കിടന്നാലും വെളുപ്പിന് അവൻ എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചിന്നപ്പനെ എഴുന്നേൽപ്പിക്കും, പല്ല് തേപ്പിക്കുന്നതൊക്കെ സൂര്യൻ്റെ ജോലിയാണ്. ചിന്നപ്പന് അതാണ് ഇഷ്ടം കേട്ടോ, സൂര്യൻ പല്ല് തേപ്പിക്കുന്നതൊക്കെ. ചേട്ടപ്പൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുകയാണ് അവൻ്റെ തൊഴിൽ. അവനെടുത്ത് ഇടി കൂടുകയും വഴക്കുണ്ടാക്കുകയും, എന്നാൽ ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും തമ്മിൽ. എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടെ ചിന്നപ്പനും സൂര്യനും തമ്മിൽ നല്ല വയസ്സ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ചിന്നപ്പൻ്റെ സകല കുരുത്തക്കെട്ടുകൾ മോൻ്റെ അടുത്ത് നടക്കും. സൂര്യനാണല്ലോ സൈലൻ്റ് ആണ്, അവൻ വഴക്കാളി അല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പം നമ്മുടെ സൂര്യനും ചിന്നപ്പനും ഒക്കെ രാവിലെ ഫ്രഷ് ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മോന് പൊങ്കാല ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ താഴെ വന്ന് രണ്ടുപേരും കൂടി അതിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുക. ചിന്നപ്പനൊരു സൈക്കിളുണ്ട്, ആ സൈക്കിളിനെ നാശമാക്കി വെച്ചേക്കുവാണത്. അവനെ എടുത്ത് എറിഞ്ഞും കളിച്ചും ചെറുപ്പത്തിൽ മേടിച്ച കേട്ടോ. അതിപ്പോൾ അവന് ചെറുതായിട്ടുണ്ട്, എങ്കിലും അവൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ചവിട്ടുന്നത്. അപ്പം നമ്മുടെ പായസമൊക്കെ വെന്ത്, പൊങ്കാല പായസം വെന്ത് തിളച്ച് ഇങ്ങനെ വാങ്ങാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർപ്പൂരമൊക്കെ കത്തിച്ച് അതിങ്ങനെ വാങ്ങി വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ഈ സമയത്ത് സൂര്യൻ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയാലേ. അപ്പം നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് രാവിലെ ചെയ്തില്ല, പൊങ്കാല ആയതുകൊണ്ട് നമ്മൾ ഞാൻ അതിൻ്റെ ഒരു ഇതിൽ പോയി. അല്ലെങ്കിൽ രാവിലെ കുറച്ചും കൂടെ നേരത്തെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇരിക്കുന്നതാണ്. ഇതെന്താ പരിപാടി ചിന്നപ്പന്? സൂര്യന് അവൻ്റെ മാമൻ്റെ ബുള്ളറ്റാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ പപ്പ സമ്മതിക്കത്തില്ല. ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം മതി വണ്ടിയെ തൊടുന്നത്. എങ്കിലും നമ്മുടെ വഴിയിലൊക്കെ ഇട്ട് ചെറുതായിട്ടൊക്കെ ഓടിക്കാൻ ശ്രമിക്കും. സൂര്യന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവന് ബൈക്കൊക്കെ റൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ചിന്നപ്പൻ്റെ
ചിന്നപ്പൻ ഇത് തന്നെയാണ് ഉള്ള ബുക്കിലെ പേപ്പറെല്ലാം പറിച്ചിട്ട് റോക്കറ്റ് വിടുക. പിന്നെ വാശി പിടിച്ച് അവനതൊക്കെ അങ്ങ് ചെയ്യും. എത്ര പേപ്പറാണെന്നറിയോ കീറിക്കളത്. എല്ലാ പിള്ളേർക്കും ഇതുപോലുള്ള സ്വഭാവം ഉണ്ടാവുമായിരിക്കും അല്ലേ? കുഞ്ഞുങ്ങളുടെയൊക്കെ നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ചെറുപ്പത്തില്. ബുക്കിൽ നിന്ന് നോട്ട് ബുക്കിൽ നിന്ന് പേപ്പർ കീറുക, റോക്കറ്റ് ഉണ്ടാക്കുക, വള്ളം ഉണ്ടാക്കുക. അത് തന്നെ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനാണ്. താഴെ പൊങ്കാല ഇട്ട് പായസമൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ചിന്നപ്പനായിട്ട് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കളിക്കണം. ഇന്ന് പൊങ്കലായതുകൊണ്ട് അതിന്റെ രീതിയിൽ സ്കൂളില്ല. അപ്പൊ ഇനി ഞങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനാണ്. ക്രിക്കറ്റ് കളിക്കാം. ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ. അപ്പുറത്ത് അമ്പലമുണ്ട്, അപ്പൊ അങ്ങോട്ട് പോകണം. ഇന്ന് വൈകുന്നേരം, ഇന്ന് മകരവിളക്കല്ലയോ? ഇന്ന് വൈകുന്നേരം തൈപ്പൊങ്കലാണ് ഇന്ന്. അത് രാവിലെ അമ്മ പൊങ്കാല ഇട്ടു. ഇനിയിപ്പോ മകരവിളക്കിന്റെ ഒരു വിശേഷമാണ് അല്ലെ? വൈകുന്നേരം നമുക്ക് എല്ലാവരും കൂടെ ഇന്ന് മകരവിളക്ക് കാണണം. ശബരിമല പോണ്ടേ നമുക്ക്? അപ്പൊ എന്നും രാവിലെ ഞങ്ങൾ കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യും കേട്ടോ. പരമാവധി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അതൊക്കെ മാറ്റി വെക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കാറുണ്ട്. എങ്കിലും മാക്സിമം ഞങ്ങൾ രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പൊ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായി. ഇന്നിച്ചിരി താമസിച്ചു പോയി. പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. പൊങ്കാല താഴെ റെഡി ആയിരിപ്പുണ്ട്. ചായ കുടിച്ചിട്ടില്ല. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ പോയി ചായ കുടിക്കണം, കാപ്പി കഴിക്കണം. ഇന്നത്തെ പരിപാടികളൊക്കെ എങ്ങനെയൊക്കെയാണ്? അപ്പൊ ഇന്ന് നമുക്ക് ആഭോഗി രാഗത്തിലൊരു ചെറിയൊരു വർണ്ണം ഇന്നത്തെ പ്രാക്ടീസ്. സൂര്യനും അറിയാവുന്ന ഒരു വർണ്ണമാണ് ആഭോഗി രാഗത്തിലുള്ളത് അല്ലേ? അവനും പഠിച്ചു വരുന്നുള്ള വർണ്ണത്തിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എം ജയചന്ദ്ര സാറിന്റെ ഒരു മ്യൂസിക് സോൺ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കിന്റെ ഒരു ക്ലാസ് ഉണ്ട്. സാറ് വളരെ സ്നേഹത്തോടെയും ഭയങ്കര കെയറിങ്ങിലുമാണ് സൂര്യനെ ക്ലാസ് എടുക്കുന്നത്. സാറിന്റെ കൂടെ കുറെ അധ്യാപകരുണ്ട്. അപ്പം മോനും വർണ്ണം പഠിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ഒന്ന് ആ വർണ്ണം പാടാം അല്ലേ? ആരോപണം അവരോടും പഠിക്കും. പാടിയിട്ട് കാണാം.
കൈ കൈതാ കൈ കഴിയായിരുന്നല്ലോ വിളിച്ചേ ഓരോരുത്തരം വേണല്ലേ അമ്മയുടെ കഴിക്കണം ചായ എടുത്തിട്ടോ ചായ കുടി ഇതൊക്കെ ചായ ഉണ്ടോ കൊള്ളല്ലോ ഇപ്പുറത്തെ പൊങ്കാലയ്ക്ക് ഭയങ്കര പ്രത്യേക രുചിയാ ഇങ്ങനെ നിർത്തത്തില്ല ഇന്നപ്പോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ചായ കുടിച്ചില്ലല്ലോ ആരും ചായ കുടി ചായ കുടി ചായ കുടി പായസം കഴിച്ചിട്ട് ഈ ചായ കുടിക്കുമ്പോ മധുരം മധുരം എന്നും ഇല്ലല്ലോ ഇതൊരു സ്പെഷ്യൽ ദിവസമാണ് പൊങ്കാല അങ്ങോട്ട് വെച്ചിട്ട് ആവശ്യമുള്ള എടുത്ത് കഴിച്ചു അമ്മയുടെ കയ്യിൽ കരി ചുമ്മാ അല്ല കുഞ്ഞിന്റെ മുഖത്ത് കരിയായിരുന്നു മോന്ന് പോയി കഴിയില്ലാണ്ട് കല്ലക്ക് കരി ഇരിക്കണം ഈ കാലത്തിനകത്ത് കരിയാടാ പിന്നിപ്പോ താടിയില്ല താടി ഭയങ്കര നോക്കട്ടെ മോനെ എനിക്ക് മണ്ട കഴിക്കാം എനിക്ക് ഇവിടെ കഴിച്ചാൽ മറ്റുള്ള മുളക് സ്പെഷ്യൽ ഉണ്ടോ സ്പെഷ്യൽ എന്താണ് മതി
അതുകൊണ്ട് അടുത്ത് നമ്മള് കഴിക്കാം. സ്പെഷ്യൽ എന്താ വേണം? നോൺ വെജാ? സൂപ്പർ ചൂര അച്ചാർ ആണോ പോലെ? സൂപ്പർ അമ്മേ. രാവിലെ സൂപ്പർ. പിന്നപ്പോ ഞാൻ എടുത്തുണ്ടോ? ആ ബുക്ക് ഞാൻ എടുത്തുണ്ടോ? വേണ്ട അമ്മ ഇത്ര എടുത്തുള്ളൂ. ഇത്രയും വിട്ട് കടന്നങ്ങനെയുണ്ട്. ടീച്ചർ കാണിക്കട്ടെ, ടീച്ചർ കാണിക്കട്ടെ. Can you see this number? ആ മാത്സാ. നമ്പർ Please tell me this number. 91. 91. Yes. 91. 91. 91. 91. Nine and one. 91. 9 and 1. 90. 91. Which number is this? 92. 92. Yes. 92. 90. 9, 2, 92. 9, 2, 92. Patmasurya. ഹോംവർക്ക് ഒക്കെ ചെയ്തോ ചിന്നപ്പോ? ഞാൻ മൊത്തം ചെയ്തു കഴിഞ്ഞു. ചേട്ടപ്പാണ് മോനിട്ട് ചെയ്തോടാ. രാവിലെ എക്സാമിനുള്ളതൊക്കെ പഠിച്ചോണം കേട്ടോ. അപ്പൊ നമുക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി കേട്ടോ. അപ്പൊ ഊണ് കഴിഞ്ഞിട്ട് കുറെ പരിപാടികളുണ്ട്, നമ്മുടെ കുറെ പ്ലാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം. അമ്മമാരെയൊക്കെ ചോറ് കഴിപ്പിക്കുന്നത് വലിയ പാടാണ്. നോക്കണം. മീൻകറി, അവന് പുളി അത്ര ഇഷ്ടമല്ല. രസം, മീൻകറി അവന് വേണ്ട. അവന് മീൻ കറി ഇഷ്ടമല്ല. അവന് രസവും പിന്നെന്താ വേണം? ഇത്രയും രസം ഞാൻ ഒഴിച്ചാൽ മീൻ പറഞ്ഞു. വലിയ വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വളരെ ചെറിയ സദ്യയാണ്. സദ്യയാണ്. ചെറിയ ഊട്. ചിന്നപ്പനാണോ മമ്മി? എന്താ ചിന്നു? കുഞ്ഞിന് രസം ഒഴിച്ചില്ല. ഒഴിക്കട്ടെ. പുളിയച്ചാറ് അടിപൊളിയായിട്ടുണ്ട്. അമ്മ ഇട്ട് തന്നു ഇട്ടതാ. അമ്മയല്ലേ? ഏട്ടന്റെ അമ്മ ഇട്ട് തന്നു. പപ്പാമ്മ ഇട്ട് തന്നു. രസം അല്ല അച്ചാറ്. എന്തൊക്കെയാണോ പറയുന്നത് ഞാൻ? മുഴുവൻ കഴിക്കണം കേട്ടോ. ചിന്നപ്പനും ചേട്ടപ്പനും മൊത്തം കഴിക്കണം കേട്ടോ. ഇന്ന് വീട്ടിലിരിക്കുന്ന ദിവസമല്ലേ, ഇന്ന് ഇച്ചിരി ആഹാരം കഴിക്കണം. കഴിക്കേ അമ്മ വരുത്തരണോ? വരുത്തരണോ? അതിനകത്തൊന്നും ഓന് വരുത്തരണോ? എനിക്ക് വേണ്ട. കഴിച്ചോ അമ്മ? എനിക്ക് വേണ്ട. ചോറടച്ചു. ഞാൻ കഴിച്ചതല്ലേ. വേണ്ട. ഞാൻ കഴിച്ചതല്ലേ അമ്മേ. ഇപ്പൊന്ന് കഴിച്ചിട്ട് വന്നില്ലല്ലോ. അത് കുഴപ്പമില്ല. അത് രാവിലെ ദോശയല്ലേ കഴിച്ചത്. അമ്മ വരുത്തരം കൊടുക്കും. വേണ്ട. കഴിക്കും. വേണ്ട. വേണ്ട. കഴിക്കട്ടെ. ഇനി അവനെ ഇടിക്കണ്ട അതിന്റെ പേര്. കഴിക്കുന്നവരെ അഭിനയിക്കാൻ പറഞ്ഞ അവൻ റെഡി. കഴിക്കുന്നവർ അഭിനയിച്ച്
ഒരു വീഡിയോ എടുക്കണം. ഒന്ന് അഭിനയിച്ചേ ചിന്ന. കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാം. ചുമ്മാ അഭിനയിച്ചേ. എങ്ങനെയാണ് കാണട്ടെ? വയറൊപ്പം നിറഞ്ഞിരിക്കോടാ. വേണ്ട. അപ്പൊ ഞാൻ കഴിച്ചോളാം. നിന്നെ പിന്നെ വിളമ്പിയത്. എന്തുവാടാ എല്ലാവരും യൂട്യൂബിനകത്താന്നോടാ? ചിന്നപ്പ ക്ലാസ് കഴിഞ്ഞിട്ട് ഹോംവർക്ക് പറയാമോ? ചെയ്തായിരുന്നോ? 92 100 വരെ എഴുതിയായിരുന്നോ? മോനിട്ടോ പഠിച്ചാവല്ലോ. എക്സാം വരുന്ന മാസം കേട്ടോ. രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഇലയപ്പൊക്കെ ഉണ്ടാക്കാം. പക്ഷെ തേങ്ങ തിരുപ്പിച്ചിട്ട് തരാം. നമുക്ക് മോവിരുന്നോ? നീ പൊക്കത്തി നിൽക്കുന്ന അമ്മയ്ക്ക് എത്തത്തില്ല. വാ നിനക്ക് ഉണ്ടല്ലോ. തോട്ടി വേണ്ട. ചേട്ടപ്പ മേളിൽ അത് നമ്മുടെ ഉണ്ടല്ലോ. നമുക്ക് ചെരുപ്പിട്ടില്ലല്ലോ. ഇതാ ചീലാന്തി ഇല. ഇതാണ് ചീലാന്തി. വേണ്ട ഈ ഇല ഉണ്ടാക്കണേ. ഇത് മഞ്ഞപ്പിത്തത്തിന് ഒരു മരുന്നൊക്കെയാന്ന് പറയുന്നതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ക് ഭയങ്കര ഗുണം. വാഴയില ഇല്ലെങ്കിൽ ചീലാന്തി ഇല എടുക്കാം, വട്ടയില എടുക്കാം. ഒഴുകൊണ്ട് പോലെ വിശ്രമിക്കില്ലേ ഇതിനകത്ത് കയറിയാലിപ്പോ. ഇല കീറല്ലേ? ഒരു നേടിരിക്കുന്നത് പറിക്കണോ നോക്കിക്കൊണ്ടിരിക്കാം. അത് വേറെ, അത് വേറൊരു ഞൊട്ട. എങ്ങോട്ട് ഇറങ്ങി പോയി. അങ്ങനെ കുലുക്കാതെ വിശറിനെ വെളിപ്പെടുത്താതെ ഓടിക്കും. എന്റെ ദേഹത്ത് കയറി. ചിന്നപ്പൻ അത് ഓടിക്കുവാണ്. തീരെ ചെറുത് പറിക്കണ്ട മോനെ. പക്ഷെ വലുതൊടിച്ചെടുത്താൽ മതി കേട്ടോ മോനെ. ആ സൈഡിലോട്ട് കണ്ടല്ലോ നിൽക്കുന്നുണ്ടോ? കുറച്ച് വാഴയില എടുക്കാം അല്ലേ? അതോ വട്ടയില വേണോ? കുഞ്ഞിതാ മോനെ. ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ലടോ. ഇതാ ഇത്രയും വലുത് വേണം. ഇത്ര വലുതാ മോൻ എല്ലാം കൊണ്ട് തന്നില്ലേ അമ്മയ്ക്ക്? നമുക്ക് കുറച്ച് വട്ടയില പിടിക്കാം അല്ലേ? ഇവിടെ ഇല്ല. ഒരു എത്ര എണ്ണം വേണം? 10 എണ്ണം പോരെ? ഒരു 10 എണ്ണം. നമുക്കൊരു നാളെയും കൂടെ എടുക്കാവുള്ള കുറച്ച്. നാളെ കൂടെ ഇരിക്കത്തില്ല. തേങ്ങ ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വല്ലായി പോകത്തില്ല. നാളെ പോരാ. മട്ടയിലും വേണ്ട. സാധാരണ എല്ലാവരും വാഴയിലല്ല മോനെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് വട്ടയിലൊക്കെ ഉണ്ടാക്കും. എന്നാലും നമുക്ക് ഇന്ന് ഇതിൽ ചെയ്യും. ഇതിന്റെ ഒരു ഗുണം ഇലയുടെ ഉണ്ടാക്കുന്ന വെച്ചാൽ കഴിക്കണം നീ. വാഴയിലയുടെ ഒരു മണം ഉണ്ടല്ലോ. അത് അങ്ങനെ ആവി വരുമ്പോ ഉണ്ടല്ലോ ഭയങ്കര മണമാണ്. ശർക്കരയും കിടാണെങ്കിലും പോയടാ കുഞ്ഞ്. നമ്മൾ ഒത്തിരി വേണ്ട മോനെ. എല്ലാം ഒടിച്ച് കളയണ്ടോ? മതി. നമുക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ. 10 എണ്ണം മതി. പിന്നപ്പോൾ നീ ഇവിടെ എല്ലാം ഇടിക്കാനാണ് അങ്ങ് വരെ പോയേ. ഈ സൈക്കിളിൽ നിന്ന് ഓടിയിട്ടേക്കുന്നു. ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം. നല്ല ഗോതമ്പ് പൊടി കേട്ടോ. ഇത് റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാ. ഇതിനാ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്.
പുതിയ പൊട്ടിക്കണം. തേങ്ങ തരുമ്പോ പോട്ടോ, തേങ്ങ തരും. വേണമെങ്കിൽ ഇത് കൂടി ആവശ്യം. ശർക്കര ഇടാം. ശർക്കര ഇടുന്ന അവർക്ക് രണ്ടും ഇഷ്ടം. നമുക്ക് ഇലയിലോട്ട് ഇച്ചിരി വെള്ളമൊക്കെ തൊട്ട് ഇങ്ങനെ നമ്മൾ ഇലയിലോട്ട് വരുത്തുവാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ വരും. ഇത് ചെറിയ ഇലയാണ് കേട്ടോ. ഇത് ചീലാന്തി എന്ന് പറയും. ചില നാട്ടിൽ ഇതിന് പൂവരശം എന്നാ പറയുന്നത്. ഇവിടെ പടിഞ്ഞാറൻ നാട്ടിലൊക്കെ പറയുന്നത് ചീലാന്തിയാണ്. കിഴക്ക് എൻ്റെ നാട്ടിലൊക്കെ ഇതിന് പൂവരശം എന്നാ പറയുന്നത്. ഇതൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഇലയും കൂടിയാണ്. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ പരത്തും. ചിലർ ഇങ്ങനെ നടുക്ക് മാത്രം ഇങ്ങനെ വെച്ചിട്ട് 4 വശവും പൂട്ടും. പക്ഷെ എനിക്ക് ഈ പിള്ളേർ മധുരമില്ലാത്ത ഭാഗം തിന്നാത്തത് കൊണ്ടേ ഞാൻ എല്ലാ വശത്തും ഇത് വെക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ഭാഗം ഒരു കളയും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇലയിൽ വെക്കുക. ഇപ്പം ഞാൻ കുറച്ച് ഫ്ലേവറിനായിട്ട് ഈ തേങ്ങായും ശർക്കരയ്ക്കകത്തും ഇച്ചിരി ജീരകപ്പൊടിയും കുറച്ച് ഏലക്കായും പഞ്ചസാരയുടെ ചേർന്ന് പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം. എല്ലാം ആയില്ല. അത് അടുപ്പയിൽ ഇരിക്കുവാന്നല്ലോ. ബോറടിക്കുന്നു. ഇന്ന് സ്കൂളില്ലാത്തോണ്ട് എല്ലാവർക്കും ബോറുണ്ട്. നമുക്ക് അന്താക്ഷരി കളിച്ചാലോ മോനേട്ടാ? ഏട്ടാ ജയിക്കുന്ന സമ്മാനം ഉണ്ടോ? തോക്കുന്നവർക്ക് ടാസ്ക് കൊടുക്കാതെ. അത് ശരിയാ. ജയിക്കുന്നവർക്ക് ചിലപ്പോൾ എന്ത് സമ്മാനം വേണ്ടേ ജയിക്കുവാണെങ്കിൽ? ഒരു കാര്യം ചെയ്യും, മോനോട് തോന്നണ ഒരു പാട്ട്. ഒരു കാര്യം ചെയ്യും. നമ്മൾ ഇന്ന് രാവിലെ ഇന്ന് പ്രാക്ടീസ് ചെയ്തത് ആഭോഗിരാഗമല്ലേ മോനെ? ആഭോഗിരാഗം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആഭോഗിരാഗത്തിലുള്ള ഒരു സിനിമാ പാട്ട് ഫസ്റ്റില് തുടങ്ങിയാലോ? അവനറിയാൻ നോക്കട്ടെ. മോനിട്ടൊന്ന് തുടങ്ങിയ ആഭോഗിരാഗത്തിലുള്ള മോന്റെ മനസ്സിൽ തോന്നിയ പാട്ട്. മാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി. മാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത ഉഴതനറിയ മനത്തരികളേ പലകുക നിലമുഴുകിയ കഥമാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി. നീ ഉറങ്ങിയോ നിലാവേ മഴ നിലാവേ ഇറങ്ങി വാടുമ്പും മിഴിതലോട അതിനെ മതി. താനേ പൂവിട്ട മോഹം മുഖം വിടുന്നേരം ശോകവേളയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തതുംബരമായി. വലുതെറ്റിപ്പോയോ? അത് ചിന്നപ്പനെ ഏ വെച്ച് പാട്ട് പാടും. കൺപീനി
എന്നാണും അരികെ ഞാൻ കാവരായി. എനിക്ക് അത്രേ അറിയാം. വെരി ഗുഡ്. അപ്പൊ കാ വെച്ചു മോനോട്ടെ ചിലപ്പോൾ അടിപൊളിയായിട്ട് പോയി. കാവലായി കാ കറുത്ത പെണ്ണെ നിന്നെ കാണാൻ ഒരു നാളുണ്ടേ വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നനച്ചിരിപ്പുണ്ട് തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നനച്ചിരിപ്പുണ്ട്. ചേടാ എനിക്കെല്ലാം അയ്യോ നീലവാനച്ചോലയിൽ നീതിടുന്ന ചന്ദ്രികേ നീലവാനച്ചോലയിൽ നീതിടുന്ന ചന്ദ്രികേ ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ വരാതെ വന്ന എൻ ദേവി നീലവാദേവി ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ചിതാന്തമാ ചെടിമാനം പൂത്ത നിശീഥിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. താവച്ചറിയാ പോലെ തൊഴുകൈ നീട്ടിയുള്ളത് പോലെ തൊഴു ഒരു വരി ഒറ്റ വരി തൊഴുകൈ കൂപ്പിയും ആകെ അറിയാവുന്ന പാട്ട് പഠിച്ചില്ല അറിയാം തൊഴുകൈ അത് പാടണം. തൊഴുകൈ കൂപ്പി. എല്ലാവർക്കും സമ്മതമാണോ കേട്ടോ? കാ കൊടുക്കാം. കാ കുഞ്ഞറിയാമോ? പാടിക്കാം. അതേ ഫുള്ള് പാടാം. എന്നാ ഫുള്ള് പാട്. കണ്ണോ നിലാക്കായൽ കണിക്കൊന്ന പൂച്ചിലാണിൻ പെണ്ണാണേ അവൾ കാറ്റേ ഇടം കാറ്റേ അവൾ ഇന്നോണം തമ്മിൽ തമ്മിൽ ചേരും പച്ചെടുത്തിരിക്കുന്നു. എപ്പോഴും പാടുന്ന പാട്ടല്ലേ ശിവല്ലി മാട്ടെ മാണിക്യമയനെ സൂപ്പേ ബംഗാണമയനെ ശിവല്ലി മാട്ടെ മാണിക്യമയനെ. മായാമയൂരം പേടി നീർത്തിയോ ആശാമരാളം താളമേകിയോ താമര കണ്ണനുറങ്ങേണം കണ്ണും പൊട്ടിയുറങ്ങേണം അച്ഛനെ പോലെ വളരേണം അമ്മയ്ക്ക് കടലായി മാറേണം അമ്പിളി മാമൻ കൊമ്പില്ല കൊമ്പനെ കയ്യിലേറുത്തീണം താമര കണ്ണനുറങ്ങേണം കണ്ണും പൊട്ടിയുറങ്ങേണം. നിന്നെയൊക്കെ എത്രയോ പാടി
എനിക്ക് ചോദിച്ചു പാടുന്നു അല്ലെങ്കിൽ എനിക്ക് ധൈര്യമുണ്ട്. ആ ഇലപ്പെടുത്തോണ്ട് എനിക്ക് ചായ പിടിക്കണ്ടായിരുന്നു. നീ ഇത് പാട്. അമ്മ ചേട്ടപ്പനെ പാടാലോ. ഇതിനെ പാട്. നീ ചേർത്തോട് പാട്. ചേട്ടപ്പനെ ബി എടുക്കാം. ബി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലും കഥ പറയാം. പഠിക്കും. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലും കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ ഇന്നു പിറന്നു കണ്ടിളം മുളം കൂട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലും കഥ പറയാം. അപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ നമ്മുടെ അന്താക്ഷരി അവസാനിപ്പിക്കട്ടോ. മോന് 4 മണിക്ക് ശരി, ശരി, ഓക്കേ. അപ്പൊ ഇലയൊക്കെ കഴിച്ചിട്ട് ഈ ഇലയപ്പം വേവുന്നതിന്റെ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഒരു അന്താക്ഷരി കളിച്ച കേട്ടോ. അപ്പം മോന് ട്യൂഷൻ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അത് കാണിച്ചു തരാം കേട്ടോ. ഇലയപ്പത്തിന്റെ പരുവം എന്തായെന്നുള്ളത് ആ വീഡിയോ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഇലയിലെടുത്ത് ഇലയുടെ ഒക്കെ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ ഇല. സൂപ്പർ. കണ്ടോ, വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എടുത്താണ്ട് കണ്ടോ. അതുപോലെ ഇത് നോക്കട്ടെ. ആ എന്ത് മണമല്ലേ. ഈ മണം തന്നെ വരുമ്പോ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്കൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ. ആഹാ, നല്ല ചൂടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നല്ല മധുരം പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാ ഭാഗത്തും മധുരം വന്നിട്ടുണ്ട്. നല്ല മയമുണ്ട് കേട്ടോ. ഓക്കെ, നല്ല സോഫ്റ്റുമാണ്. ഈ സൈഡിനൊന്നും അനാവശ്യമായി കട്ടിയില്ല. കണ്ടോ, സൂപ്പർ. ഞാൻ തന്നെ ഉണ്ടാക്കണം, ഞാൻ തന്നെ പറയേണ്ട അവസ്ഥ. പിള്ളേർ കൊടുത്തു. നല്ല മയമുണ്ടല്ലേ. എന്തൊക്കെ ശർക്കരയും ശർക്കരയും തേങ്ങയും വെച്ചേക്കുന്ന, പിന്നെ ശകല ഫ്ലേവറിനായിട്ട് ഞാൻ ഏലക്കായും നല്ല ചൂടുണ്ട്. അന്നേരം കാര്യം ഇത് തണുത്ത അമ്മ ആദ്യം ആദ്യം ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്യാം. ഞാനുണ്ട്. ചിന്നപ്പന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഓ അടിപൊളിയായിട്ടോ അല്ലേ? രക്ഷയില്ലല്ലോ. അതൊന്നുണ്ട്. ഭയങ്കര ഇപ്പോഴും ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കഴിക്കുന്നില്ലേ നല്ല സത്യം പറഞ്ഞാല്. ബേക്കറി പലഹാരങ്ങളെക്കാൾ എന്ത് ടേസ്റ്റ് ഉണ്ടല്ലേ. കുറച്ച് മെനക്കെടാൻ കുറച്ച് മെനക്കെടാന്നേ ഉള്ളൂ. ഇതിനെപ്പനി വേണം. അടിപൊളി കേട്ടോ. സൂപ്പറാ സൂപ്പറാ. ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഇത് കെട്ടിക്കണ മതിയായിരുന്നല്ലേ. അപ്പം എന്റെ ട്യൂഷന് സമയമായി കേട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ. തരാം.
അപ്പം ഞാനും എൻ്റെ ചേട്ടപ്പനും കൂടെ ഞാൻ ഉറങ്ങാൻ പോവാണ്. അമ്മേ പപ്പേ താറ്റ, ഗുഡ് നൈറ്റ് ഓൾ.